കോഴിക്കോട് മേയർ ഡെപ്യൂട്ടി മേയർ തിരഞ്ഞെടുപ്പ് ഇന്ന് നടക്കാനിരിക്കെ പാർലമെന്ററി പാർട്ടി ലീഡർ സ്ഥാനത്തെ ചൊല്ലി ബിജെപിക്കുള്ളിൽ തർക്കം. മേയർ തിരഞ്ഞെടുപ്പിൽ എൽഡിഎഫിന്റെ മേയർ സ്ഥാനാർത്ഥിയായി തടമ്പാട്ടുതാഴം ഡിവിഷൻ കൌൺസിലർ ഒ സദാശിവനും യുഡിഎഫ് സ്ഥാനാർത്ഥിയായി മീൻചന്ത ഡിവിഷൻ കൌൺസിലർ കോൺഗ്രസിലെ SK അബൂബക്കറുമാണ് നേരിട്ട് ഏറ്റുമുട്ടുന്നത്. ബിജെപി മേയർ സ്ഥാനാർത്ഥിയെ നിർത്തുമെങ്കിലും തർക്കം കാരണം പേര് പ്രഖ്യാപിച്ചിട്ടില്ല. വിവരങ്ങളുമായി റിയാസ് കേമാറാണ് ചേരുന്നത്. റിയാസ്, എന്തായാലും കോഴിക്കോട് മേയർ ഡെപ്യൂട്ടി മേയർ തിരഞ്ഞെടുപ്പ് ഇന്ന് നടക്കാനിരിക്കെയാണ് പാർലമെന്ററി പാർട്ടി ലീഡർ സ്ഥാനത്തെ ചൊല്ലി ബിജെപിക്കുള്ളിൽ ഒരു തർക്കമുണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് റിയാസെ മറ്റു വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് രേണുക. BJP ഇന്നലെ രാത്രി വരെ വലിയ ചർച്ചകളാണ് BJPക്കകത്ത് നടന്നത്. പക്ഷേ അതിൽ ഒരു തീരുമാനം, ഒരു ധാരണയിൽ നേതൃത്വം എത്തിയെങ്കിലും ആ ധാരണയെ ചൊല്ലിയാണ് ഇപ്പോൾ തർക്കമുള്ളത്. പാർലമെന്ററി പാർട്ടി ലീഡർ പദവി സംബന്ധിച്ചും ഒപ്പം തന്നെ മേയർ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചുമാണ് പ്രധാനമായും BJPക്കകത്ത് കോഴിക്കോട് ചർച്ച നടന്നത്. അതിൽ BJP നേതൃത്വം മുൻ പാർലമെന്ററി പാർട്ടി ലീഡർ കൂടിയായിട്ടുള്ള മുതിർന്ന അംഗം പന്നിയങ്കര ഡിവിഷനിൽ നിന്നും വിജയിച്ചു വന്ന നമ്പിടി നാരായണനെ പാർലമെന്ററി പാർട്ടി ലീഡറും ഒപ്പം തന്നെ മേയർ സ്ഥാനാർത്ഥിയാക്കണം എന്ന രീതിയിൽ നിലകൊണ്ടു. മാത്രമല്ല ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയെ ഒരുപക്ഷെ നവ്യ ഹരിദാസ് ആയിരിക്കും വരിക എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. മറ്റ് രണ്ട് മുന്നണികളും നേരത്തെ തന്നെ മേയർ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു. ഈ കോഴിക്കോട് കോർപ്പറേഷനിലെ 76 ഡിവിഷനുകളിൽ 35 ഡിവിഷനുകളിൽ വിജയിച്ച് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമുള്ള, എന്നാൽ കേവല ഭൂരിപക്ഷമില്ലെങ്കിലും ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമുള്ള LDFന്റെ മേയർ സ്ഥാനാർത്ഥിയായി തടമ്പാട്ട് താഴത്തു നിന്നുള്ള ഒ സദാശിവനാണ് മത്സരിക്കുന്നത്. UDFിനു വേണ്ടി മീൻചന്ത ഡിവിഷനിൽ നിന്നും മുൻ ഡെപ്യൂട്ടി മേയർ CP മുസാഫർ അഹമ്മദിനെ അട്ടിമറിച്ച് വിജയം നേടിയ കോൺഗ്രസിലെ SK അബൂബക്കറാണ് UDFിനു വേണ്ടി മേയർ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത്. UDFും LDFും നേരത്തെ തന്നെ ഇത്തരത്തിൽ അവരുടെ മേയർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ BJP പ്രഖ്യാപിച്ചിരുന്നില്ല. ഈ BJPയുടെ മേയർ സ്ഥാനാർത്ഥിയെ ചൊല്ലിയാണ് BJPക്കകത്ത് ഇപ്പോൾ ഒരു തർക്കം നിലനിൽക്കുന്നത്. ഈ നമ്പിടി നാരായണനെ മേയർ സ്ഥാനാർത്ഥിയാക്കുകയും ഒപ്പം തന്നെ പാർലമെന്ററി പാർട്ടി ലീഡർ പദം അദ്ദേഹത്തിന് നൽകുകയും ചെയ്യുന്നതിനെതിരെ റനീഷിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം രംഗത്തെത്തി എന്നുള്ളതാണ്. ഇത്തവണ മുൻ കോഴിക്കോട് മേയറായിട്ടുള്ള ബീന ഫിലിപ്പിന്റെ ഡിവിഷനായിരുന്ന പൊറ്റമൽ ഡിവിഷനിൽ അട്ടിമറി വിജയം നേടിയാണ് റനീഷ് ഇത്തവണ കൗൺസിലിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. റനീഷും നേരത്തെ പാർലമെന്ററി പാർട്ടി ലീഡർ പദമൊക്കെ വഹിച്ചിട്ടുള്ള ഒരാളാണ്, യുവ നേതാവാണ്. കോഴിക്കോട് സിറ്റി ജില്ലാ വൈസ് പ്രസിഡന്റാണ് BJPയുടെ. അങ്ങനെയുള്ള റനീഷിനെ BJP കോഴിക്കോട് സിറ്റി ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ളവരുടെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം തഴയുന്നു എന്നാണ് മറുവിഭാഗത്തിന്റെ ഒരു ആരോപണം ഉള്ളത്. അതുകൊണ്ട് തന്നെ വലിയ തർക്കമാണ് BJPക്കകത്ത് ഇത് സംബന്ധിച്ച് നിലനിൽക്കുന്നത്. ഇന്ന് നമ്പിടി നാരായണനായിരിക്കും മേയർ സ്ഥാനാർത്ഥി എന്നുള്ള സൂചനകളാണ്. അങ്ങനെ ഒരു ധാരണയിലാണ് നേതൃത്വം എത്തിയിട്ടുള്ളത്. പക്ഷെ ഇതുവരെ അവർ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടില്ല. കാരണം കൗൺസിലിനകത്ത് പറഞ്ഞാൽ മതി. കാരണം കൗൺസിലിൽ ആ സമയത്താണ് ഒരാൾ പേര് നിർദ്ദേശിക്കുകയും മറ്റൊരാൾ പിന്താങ്ങുകയും ചെയ്താൽ തീർച്ചയായിട്ടും മത്സരിക്കാനുള്ള ഒരു അവകാശം നിയമപരമായി തന്നെ BJPയുടെ സ്ഥാനാർത്ഥിക്കും ഉണ്ട് എന്നുള്ളതാണ്. 13 അംഗങ്ങളാണ് BJPക്ക് കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിൽ ഉള്ളത് പുതുതായിട്ട്. അപ്പോൾ ഈ പുതിയ അംഗങ്ങളെ രഹസ്യമായി വിളിച്ചു ചേർത്ത് അവരോട് നമ്പിടിയുടെ പേര് നിർദ്ദേശിക്കാൻ പറയുകയായിരുന്നു എന്നാണ് എതിർവിഭാഗം ആരോപിക്കുന്നത്. അതേസമയം തന്നെ ഏറ്റവും കൂടുതൽ അംഗങ്ങൾ നമ്പിടിയുടെ പേര് പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തെ തീരുമാനിക്കാൻ ധാരണയാവുകയായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടില്ല. അത് ഈ തർക്കം നിലനിൽക്കുന്നത് കാരണമാണ്. ഈ തർക്കം ഇന്നത്തെ ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരിക്കും പ്രതിഫലിക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. കാരണം ഇന്നത്തെ ഈ തെരഞ്ഞെടുപ്പിൽ റനീഷ് അനുകൂലികൾ എങ്ങനെ പ്രതികരിക്കും, ഒപ്പം തന്നെ നമ്പിടി നാരായണനെ അനുകൂലിക്കുന്നവർ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക, അത് മറ്റൊരു ഏതെങ്കിലും മുന്നണിക്ക് ഗുണം ചെയ്യുമോ എന്നുള്ളത് കണ്ടറിയണം. കാരണം ഈ LDFന് നിലവിൽ 35 ഡിവിഷനുകൾ മാത്രമാണുള്ളത്. UDFന് 28 ഡിവിഷനുകൾ വർദ്ധിപ്പിക്കാൻ, അവരുടെ സീറ്റ് നില വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല LDFനെ സംബന്ധിച്ച് കേവല ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു സ്ഥിതിയുമുണ്ട്. രാവിലെ 10:30 ഇതിന്റെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഉച്ചയ്ക്ക് 2:30 ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് നടക്കും. ആ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ LDFന് വേണ്ടി മത്സരിക്കുന്നത് ഏറ്റവും കൂടുതൽ ജയസാധ്യത കൽപ്പിക്കപ്പെടുന്ന LDF സ്ഥാനാർത്ഥിക്കാണ്. ഡോക്ടർ S ജയശ്രീയാണ്. നേരത്തെ കഴിഞ്ഞ കൗൺസിലിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരുന്നു അവർ. ഇത്തവണ CPMന്റെ ശക്തി കേന്ദ്രമായ കോട്ടൂളി ഡിവിഷനിൽ നിന്നാണ് അവർ വിജയിച്ചു വന്നത്. UDFന് വേണ്ടി മത്സരിക്കുന്നത് മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള കുറ്റിച്ചിറ ഡിവിഷനിൽ നിന്നും വിജയിച്ച അഡ്വക്കേറ്റ്
ഫാത്തിമ തഹ്ലിയാണ്. അങ്ങനെയുള്ള ഒരു മത്സരമാണ് ഇന്നുണ്ടാകുക. BJP സ്ഥാനാർത്ഥി മിക്കവാറും മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസ് വരാനുള്ള സാധ്യതകളാണുള്ളത്. അത് നിലവിൽ BJPയിലെ തർക്കം കാരണം മേയർ, ഡെപ്യൂട്ടി മേയർ പദവികളിൽ മത്സരിക്കുന്നവരുടെ പേര് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടില്ല. ശരി, വിവരങ്ങൾ പങ്കുവച്ചത് റിയാസ് KMR ആണ്.